നമസ്തേ. 10/5/2025 ശനിയാഴ്ചത്തെ നക്ഷത്രഫലങ്ങളാണ് നോക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ നക്ഷത്രഫലങ്ങൾ തുടർച്ചയായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇതിലെന്തെങ്കിലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. കൂടാതെ വ്യക്തിപരമായ ഫലങ്ങൾ കമൻറ്റായി ചോദിച്ചാൽ ലഭിക്കില്ല. പിന്നെ ഒരാൾ ചോദിച്ചിരുന്നു ഇടവൻ രാശിക്കാരാണെന്ന്. അതിന് ഗുണം പറയുന്നു, അതോടൊപ്പം ദോഷവും പറയുന്നു എന്ന് പറയുന്നു. ശരിക്കും ഗുണത്തോടൊപ്പം ദൈവാധീനം കുറയുന്നു എന്നൊക്കെ പറയുന്നത് ചില ഗുണങ്ങളൊക്കെ കിട്ടാനുള്ള യോഗമുണ്ട്. പക്ഷേ ദൈവാധീനത്തിൻ്റെ കുറവ് മൂലം അത് കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ ദൈവാധീനം വർദ്ധിപ്പിക്കാനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്താൽ അത് കിട്ടും എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് പല പല കാര്യങ്ങളുണ്ട്, പക്ഷേ ദൈവാധീനം കുറവാണ് എന്ന് പറയും. ഗുണകരമാണെന്ന് പറയുകയും ദൈവാധീനം കുറവാണെന്ന് പറയുകയും ചെയ്യുന്നതിൻ്റെ കാരണം ഗുണകരമാകുന്ന അവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദൈവാധീനം കുറഞ്ഞ ദിവസം അത് പുറകോട്ട് പോകും. അതുകൊണ്ട് ദൈവാധീനം വർദ്ധിപ്പിച്ചാൽ ആ ഗുണഫലങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാനാണ് അങ്ങനെ പറയുന്നത്. അത് മനസ്സിലാക്കുക. അപ്പോൾ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. അതിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ട് കമൻറ്റ് ചെയ്താൽ വ്യക്തിപരമായ ഫലങ്ങൾക്ക് മറുപടി കിട്ടുന്നതല്ല. ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം. 10/5/2020 ശനിയാഴ്ച ഇടവം മകരം രാശിക്കാർക്ക് ശുഭവും, കർക്കിടകം തുലാം വൃശ്ചികം കുംഭം രാശിക്കാർക്ക് മധ്യമവും, മേടം രാശിക്ക് ദോഷവും, മിഥുനം ചിങ്ങം കന്നി ധനു മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ്. മേടം ഇനി നമുക്ക് വിശദമായിട്ട് നോക്കാം. മേടൻ രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടൻ രാശി. മേടൻ രാശിക്ക് പൊതുവെ ആരോഗ്യം അത്ര അനുകൂലമല്ല. എന്നാൽ മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല. ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും. കുടുംബത്തിൽ പൊതുവെ ഒരു സമാധാനമൊക്കെ നിലനിൽക്കും. എന്നാൽ തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതായിരിക്കില്ല. ഇനി ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ ഒരു ദിവസമാണ്. ആത്മവിശ്വാസവും അലസതയൊന്നുമില്ലാതെ ആത്മവിശ്വാസത്തോടുകൂടി അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും. സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും. ശത്രുദോഷം കുറയുന്ന ദിവസമാണ്. കടബാധ്യത കുറച്ചു കൊണ്ടുവരാൻ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. മക്കൾ അത്ര അനുകൂലമായിരിക്കില്ല. തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാവുന്ന സമയമാണ്. മിഥുനം രാശി മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനം രാശിക്ക് കഠിന ദോഷമുള്ള സമയമാണ്. ആരോഗ്യം പൊതുവെ അനുകൂലമായിരിക്കുമെങ്കിലും മനസ്സും ബുദ്ധിയും ഒന്നും അനുകൂലമായിരിക്കില്ല. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. ശത്രുദോഷം ഉണ്ടാകും. കടബാധ്യത വരും. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. ദൈവാധീനം വളരെ കുറയുന്ന ഒരു സമയമാണ്. കുടുംബത്തിൽ സ്വസ്ഥത കുറയും. തൊഴിൽ രംഗത്തും അനുകൂലമല്ലാത്ത സമയം ആണ്. കർക്കിടകം പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. കർക്കിടകം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. മനസ്സ് അത്ര അനുകൂലമായിരിക്കില്ല. പക്ഷേ ഒരാത്മവിശ്വാസമൊക്കെ ഉണ്ടാവും. ആരോഗ്യം വലിയ കുഴപ്പമുണ്ടാവില്ല. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. കടബാധ്യത വരാനുള്ള സാധ്യതയുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. ദൈവാധീനമുണ്ട്. കുടുംബത്തിൻ്റെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും ലഭിക്കും. എന്നാൽ തൊഴിൽ മേഖല അത്ര അനുകൂലമായിരിക്കില്ല. ചിങ്ങം രാശി കഠിന ദോഷമായ സമയമാണ്. ആരോഗ്യം അനുകൂലമായിരിക്കില്ല. എന്നാൽ മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും. സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കില്ല. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും. മക്കൾ അത്ര അനുകൂലമായിരിക്കില്ല. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് മേന്മ കുറയുന്ന ഒരു ദിവസമാണ്.
കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം. കന്നിരാശിക്കാർക്ക് ദൈവാധീനമുള്ളൊരു ദിവസമാണെങ്കിലും പൊതുവെ മനസ്സും ബുദ്ധിയൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. ആരോഗ്യവും അനുകൂലമായിരിക്കില്ല. സഹോദരസ്ഥാനീയർ അനുകൂലമായിരിക്കും. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. ജീവിത പങ്കാളി അനുകൂലമല്ല. മക്കൾ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് അല്പം പ്രയാസവും ബുദ്ധിമുട്ടുമെല്ലാം ഉണ്ടാകും. തുലാം രാശി. തുലാം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ആരോഗ്യം അനുകൂലമല്ല, എന്നാൽ മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും. സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും. കടബാധ്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദൈവാധീനം വളരെ കുറവാണ്. കുടുംബത്തിൽ സ്വസ്ഥത കുറവായിരിക്കും. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. എന്നാൽ തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദിവസം കൂടെ ആയിരിക്കും. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശി. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ആരോഗ്യം അനുകൂലമായിരിക്കും, പക്ഷെ മനസ്സ് അത്ര അനുകൂലമായിരിക്കില്ല. സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കടബാധ്യത വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. വാക്കുകളൊന്നും ശ്രദ്ധിക്കണം. എടുത്തുചാട്ടം ഒഴിവാക്കണം. ദൈവാധീനമുണ്ട്. കുടുംബത്തിൻ്റെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും കിട്ടും, പക്ഷെ തൊഴിൽ മേഖലയിൽ അത്ര മേന്മയൊന്നും ഉണ്ടാകില്ല. ധനുരാശി. മൂലം പൂരാട ഉത്രാട ആദ്യ കാൽഭാഗമാണ് കേട്ടോ ധനുരാശി. ധനുരാശിയെ സംബന്ധിച്ചിടത്തോളം കഠിന ദോഷമുള്ള സമയമാണ്. ആരോഗ്യ അനുകൂലമല്ല, പക്ഷെ മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വരും. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. ദൈവാധീനം കുറയുന്ന ഒരു ദിവസമാണ്. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. തൊഴിൽ മേഖല അനുകൂലമല്ല. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മകരം രാശി. മകരം രാശിക്ക് പൊതുവെ അനുകൂലമാണ്. ശരീരത്തിനൊരു സ്വസ്ഥക്കുറവ് അനുഭവപ്പെടുമെങ്കിലും മനസ്സിനൊക്കെ അനുകൂലമായിരിക്കും. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുദോഷമുണ്ടാകും. വാക്കുകൾ മൂലം കലഹമുണ്ടാകും. കടബാധ്യത വരും. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല. ദൈവാധീനമുണ്ട്. കുടുംബത്തിൽ സ്വസ്ഥയും സമാധാനവും ഒക്കെ കിട്ടും. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. തൊഴിൽ മേഖല അനുകൂലമായിരിക്കും. കുംഭം രാശി. കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ആരോഗ്യം അനുകൂലമായിരിക്കും. മനസ്സും അനുകൂലമായിരിക്കും. സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും. എന്നാൽ പൊതുവെ ഒരു ദൈവാധീന കുറവൊക്കെ അനുഭവപ്പെടും. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തൊഴിൽ മേഖല അനുകൂലമല്ല. മീനം രാശി. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. ബാക്കി എല്ലാ കാര്യത്തിലും അത്ര അനുകൂലമൊന്നുമല്ല. ആരോഗ്യം അനുകൂലമല്ല. മനസ്സ് അനുകൂലമല്ല. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. കടബാധ്യത വരാനുള്ള സാധ്യതയുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. ദൈവാധീനം വളരെ കുറയുന്ന ഒരു സമയമാണ്. തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.